എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പരീക്ഷാകാലത്ത് പഠനം എങ്ങനെ എളുപ്പമാക്കാം എന്നുള്ളതാണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഠിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സൗകര്യപ്രദവും മനോഹരവുമായിട്ടുള്ള ഒരു സ്ഥലമുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. സൗകര്യത്തിലിരിക്കാനൊരു കസേരയും പുസ്തകങ്ങൾ വെച്ച് വായിക്കാനൊരു മേശയും ഒക്കെ ഏതായാലും ഉണ്ടാകുമല്ലോ. ആ മേശക്ക് ഒരു നല്ല വിരിപ്പ് ഉണ്ടാകുന്നത് നല്ലതാണ്. കഴിയുന്നതും ഇളം പച്ച കളറാണ് കുറച്ചുകൂടി നല്ലത്. അതുപോലെ രാത്രിയും രാവിലെയൊക്കെ പഠിക്കുന്ന സമയമാണെങ്കിൽ ടേബിൾ ലാമ്പ് ഉപയോഗിച്ച് വായിക്കുന്നതാണ് നല്ലത്. അപ്പോഴുള്ള ഒരു സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വായിക്കുന്ന പുസ്തകം മാത്രമേ നിങ്ങളുടെ ദൃഷ്ടിയിൽ വരികയുള്ളൂ എന്നുള്ളതാണ്. ട്യൂബ് ലൈറ്റോ മറ്റ് വെളിച്ചങ്ങളോ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ റൂമിലും പരിസരത്തിലുമുള്ള മറ്റെല്ലാ വസ്തുക്കളും നിങ്ങളുടെ ശ്രദ്ധയിൽ വരികയും നിങ്ങളുടെ പഠനത്തിൽ നിന്ന് അത് നിങ്ങളെ തെറ്റിക്കുകയും ചെയ്തേക്കാം. പകൽ സമയത്ത് മറ്റ് മാർഗങ്ങളില്ലല്ലോ. അതേപോലെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് മറ്റ് നിങ്ങളെ മനോഹരമായിട്ടുള്ള വസ്തുക്കളോ അതുപോലെ ചിത്രങ്ങളോ അങ്ങനെയുള്ള സംഗതികളൊന്നും പരിസരങ്ങളിൽ നിന്നും വെക്കാതിരിക്കുന്നതാണ് നല്ലത്. പലപ്പോഴുമൊക്കെ നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്നായി പഠിക്കുന്നതിന് പകരം ചെറിയ ചെറിയ ഇടവേളകളിൽ പഠിക്കണം. അതാണ് ഓർമ്മശക്തി കൂടുവാൻ നല്ലത്. കൃത്യമായ ഉറക്കമുണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. ഈ വായന ഫലപ്രദമാക്കാൻ ഏറ്റവും നല്ല കുറേ മാർഗങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി അതിൽ ശ്രദ്ധിക്കേണ്ട സംഗതി, വായിച്ചു കഴിഞ്ഞ സംഗതികൾ ഇമേജാക്കി ചിത്രങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള നിങ്ങളെ തലച്ചോറിൽ സൂക്ഷിക്കാൻ പറ്റുന്ന മാർഗങ്ങൾ ഏതെങ്കിലും ഉപയോഗിച്ച് മാറ്റാൻ ശ്രമിക്കുക. ഇപ്പോൾ അക്രോനിംസ്, മഴവില്ലിലെ 7 കളറുകൾ ഏതൊക്കെയാണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് എന്ന് ഓർമ്മിക്കാൻ വേണ്ടി നമ്മൾ വിബ്ജ്യോർ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ചിലപ്പോൾ ഹിസ്റ്ററിയോ സോഷ്യൽ സയൻസൊക്കെ പഠിക്കുന്ന സമയങ്ങളിൽ പഠിക്കുന്ന കാര്യങ്ങൾ, ആശയങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി നിങ്ങൾക്ക് തന്നെ റോൾ പ്ലേകളോ നാടകങ്ങളൊക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിൽ ചെയ്ത സമരങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാമൊന്ന് അഭിനയിച്ച് നോക്കാം. അദ്ദേഹം തിരുവിതാംകൂർ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നതും അയാളുമായി വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നതും പിന്നീട് സൈന്യവുമായി പോകുന്നതുമൊക്കെ നിങ്ങൾ കണ്ണടച്ച് ഒന്ന് മനസ്സിൽ ഒരു നാടകമായിട്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ആശയം നിങ്ങളെ തലച്ചോറിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വായിച്ച സംഗതികൾ നിങ്ങളുടെ മനോമുഖരത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയിൽ അത് ഉറച്ചു നിൽക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ എന്താണോ വായിക്കുന്നത് അത് വായിക്കുന്നതിന് മുമ്പ് 3-4 പ്രാവശ്യം പറയാം. ഉദാഹരണത്തിന് ഫിസിക്സാണ് പഠിക്കുന്നതെങ്കിൽ ഫിസിക്സ് എന്ന് 2-3 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം പഠിക്കുക. കാരണം രാവിലെ എഴുന്നേറ്റ് മുതൽ ഉറങ്ങുന്നത് വരെ നിരവധി വിവരങ്ങളും ഡാറ്റകളും ആശയങ്ങളൊക്കെ നിങ്ങളെ തലച്ചോറുകളിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അത് അടുക്കി വെക്കാനുള്ള പ്രയാസം നേരിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ സംഗതികളും പഠിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ഫിസിക്സ്, സോഷ്യൽ സയൻസ്, മലയാളം ആ രീതിയിൽ ക്രമേണ അടുക്കി ഡിപ്പാർട്ട്മെൻറ്റാക്കി തിരിച്ച് ഓർമ്മിക്കുവാൻ അത് സഹായകമാകും. ഇങ്ങനെയുള്ള മറ്റ് കുറച്ച് തന്ത്രങ്ങൾ കൂടി അടുത്തൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. താങ്ക് യു.